എങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ വീഡിയോ ഉണ്ടാക്കപ്പെട്ടു? അതിന്റെ പിറകിൽ ഏത് മാധ്യമ പ്രവർത്തകനാണ് പ്രവർത്തിച്ചത്? ഞാൻ വളരെ വ്യക്തമായി ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകനെ നീതിന്യായ കോടതിയുടെ മുന്നിൽ ഞാൻ മുട്ടുകുത്തിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പൊതുപ്രവർത്തനം 30 വർഷം ചെയ്ത എനിക്കെതിരെ എന്ത് ചെയ്തു? എനിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് കളക്ടർക്ക് പരാതി കൊടുത്തില്ലേ? തിരഞ്ഞെടുപ്പ് ചൂട് കൂടുന്തോറും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പാലക്കാട് ഉയർന്ന പണം നൽകൽ വിവാദം പുതിയ വഴിത്തിരിവിലേക്ക്. കൃത്രിമ വീഡിയോ പ്രചരിപ്പിച്ച് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതായി ആരോപിച്ച് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത്. ആരോപണങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് അവർ പോലീസിനെയും മാധ്യമങ്ങളെയും തുറന്നു വെല്ലുവിളി ചെയ്തു. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവേ ആരോപണങ്ങളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്ത് ശോഭാ സുരേന്ദ്രൻ ആരാണ് പണം കൊടുത്തത് എന്ന് പറയുന്നുവെങ്കിൽ കൊടുത്ത വ്യക്തിയുടെ മുഖം സഹിതം തെളിയിക്കണം. അത് എന്റെ ബാധ്യതയല്ല, കേരള പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് വ്യക്തമാക്കി. പാലക്കാട് പോലീസിന്റെ പ്രവർത്തനത്തെയും അവർ രൂക്ഷമായി വിമർശിച്ചു. പ്രക്ഷോഭം നടത്തുന്ന സ്ത്രീയെ പോലും പിടികൂടാൻ കഴിയാത്ത പോലീസാണ് ഇവിടെ. എന്നാൽ എനിക്കെതിരെ 100 കണക്കിന് കേസുകൾ എടുത്തിട്ടുണ്ട്. ഒരാളോടും തർക്കത്തിനായി ഞാൻ പോയിട്ടില്ല എന്നും അവർ ആരോപിച്ചു. തന്റെ രാഷ്ട്രീയ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി ആരോപണങ്ങളുടെ സമയത്തെക്കുറിച്ച് അവർ സംശയമുയർത്തി. ഞാനിപ്പോൾ 10ാമത്തെ തിരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. മുൻപ് 9 തിരഞ്ഞെടുപ്പുകളിലും എനിക്കെതിരെ ഇത്തരം ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം കഥകൾ ഉണ്ടാകുന്നത് എന്നും അവർ ചോദിച്ചു. വീഡിയോയുടെ വിശ്വാസ്യതയെക്കുറിച്ചും അവർ ഗുരുതര സംശയങ്ങൾ ഉയർത്തി. ഒരു സ്ത്രീ നടന്നു വരുന്നതും മറ്റു ചില ദൃശ്യങ്ങളും കാണിക്കുന്നു. എന്നാൽ ആ സ്ത്രീ എന്റെ കാറിൽ കയറുന്ന ഭാഗം എന്തുകൊണ്ടില്ല? പണം കൊടുക്കുന്ന വ്യക്തമായ ദൃശ്യങ്ങൾ എവിടെയാണ് എന്നും അവർ ചോദിച്ചു. സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയതായി അവർ വ്യക്തമാക്കി. ചില മാധ്യമ സ്ഥാപനങ്ങൾക്കും പ്രത്യേകിച്ച് ഒരു ചാനലിലെ റിപ്പോർട്ടർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. തലേദിവസം തന്നെ കലക്ടർക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് ഈ കഥ സൃഷ്ടിക്കുന്നത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും അവർ ആരോപിച്ചു. മെയ് 4-ന് ശേഷം സത്യം മുഴുവൻ പുറത്തു വരും. ആരാണ് ഈ വീഡിയോ സൃഷ്ടിച്ചത്, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നെല്ലാം പൊതുസമൂഹം അറിയും എന്നും അവർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മാധ്യമങ്ങളോടും അവർ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ഇത്രയും മാധ്യമ പ്രവർത്തകർ ഉണ്ടായിട്ടും സത്യാവസ്ഥ തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉദ്ദേശപൂർവമായ നീക്കമുണ്ടെന്ന് സംശയിക്കേണ്ടി വരുന്നു എന്നും അവർ പറഞ്ഞു. ഇതോടൊപ്പം രാഷ്ട്രീയ വിമർശനങ്ങളും ശക്തമായി ഉയർത്തിയ ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസ് നേതൃത്വത്തെയും കേരളത്തിലെ നേതൃനിർണയ നീതികളെയും ചോദ്യം ചെയ്തു. പാർട്ടിക്കായി വർഷങ്ങളായി പ്രവർത്തിച്ച വനിതകൾക്ക് അവസരം നിഷേധിക്കപ്പെടുമ്പോൾ പുറത്തുനിന്നുള്ള നേതാക്കൾ ഇടപെടുന്നതിനെ അവർ വിമർശിച്ചു. ആരാണ് കൊടുത്തത്? കൊടുത്ത വ്യക്തിയുടെ മുഖം സഹിതം തെളിയിക്കണം. അതിന്റെ ബാധ്യത കേരള പോലീസിനുണ്ട്. പ്രക്ഷോഭം എന്ന് പറയുന്ന പെണ്ണുപിടിയെ പിടിക്കാൻ പറ്റാത്ത പാലക്കാടിലെ പോലീസ്, കേരളത്തിലെ പോലീസ് ശോഭാ സുരേന്ദ്രനെതിരെ 100 കണക്കിന് കേസെടുത്തിട്ടുണ്ട്. ഒരാളുടെയും അതിർത്തി തർക്കത്തിന് പോയിട്ടില്ല. ഞാൻ 10ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. 9 തെരഞ്ഞെടുപ്പുകളിലും ശോഭയ്ക്കില്ലാത്ത ഒരാരോപണം എങ്ങനെ ഈ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി? എങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ വീഡിയോ ഉണ്ടാക്കപ്പെട്ടു? അതിന്റെ പിറകിൽ ഏത് മാധ്യമ പ്രവർത്തകനാണ് പ്രവർത്തിച്ചത്? ഞാൻ വളരെ വ്യക്തമായി ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകനെ നീതിന്യായ കോടതിയുടെ മുന്നിൽ ഞാൻ മുട്ടുകുത്തിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പൊതുപ്രവർത്തനം 30 വർഷം ചെയ്ത എനിക്കെതിരെ എന്ത് ചെയ്തു? എനിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് കളക്ടർക്ക് പരാതി കൊടുത്തില്ലേ? തലേ ദിവസം കളക്ടർക്ക് പരാതി കൊടുത്തു. തലേ ദിവസം കളക്ടർക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് കഥയുണ്ടാക്കുന്നത്. പിറ്റേ ദിവസമാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താ നടന്നു പോകുന്ന സ്ത്രീ ശോഭാ സുരേന്ദ്രന്റെ കാറിലേക്ക് കയറുന്ന ഭാഗം മാത്രമില്ലാത്തത്? കാറിലേക്ക് നോക്കൂ, എന്നത്തെ ദൃശ്യമാണത്? ശോഭാ സുരേന്ദ്രന്റെ അത് ഇന്നലത്തെ ദൃശ്യമാണ്. നിങ്ങൾ ലാബറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആര്? ഞാൻ പറയട്ടെ, ശോഭാ സുരേന്ദ്രന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പണം കൊടുത്തു എന്ന് തെളിയിക്കാൻ ഇത്ര കണ്ട് മാധ്യമ പ്രവർത്തകരുണ്ടായിട്ട് എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? അല്ല, അത് തെളിയിക്കേണ്ട ഞാനല്ല. അത് തെളിയിക്കേണ്ട ബാധ്യത ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പോലീസ് അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർക്കെതിരായിട്ടും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മെയ് മാസം 4-ാം തീയതി കഴിയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പുറത്തു വരും. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, നിങ്ങൾ വളരെ ബദ്ധശ്രദ്ധയോടുകൂടിയാണല്ലോ ഇന്ന്, അല്ലല്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇപ്പൊ മലയിത്രയില് ഞാൻ ചോദിക്കട്ടെ, പാലക്കാടിനെ കുറിച്ച് ABCD അറിയാത്ത നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത മഹാരാഷ്ട്രക്കാരിയാണ് സിമി, അല്ലെ? പാലക്കാടിനെ കുറിച്ച് ABCD അറിയാത്ത സിമി വന്ന് പാലക്കാട് ശോഭാ സുരേന്ദ്രന് പണം കൊടുത്ത് വോട്ട് ചോദിക്കുന്നത് പറയാൻ വിഡ്ഢികളാണോ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ അവിടെ നാടും നഗരവും അറിയുന്ന, ഗ്രാമാന്തരങ്ങൾ അറിയുന്ന BJP-ക്കാരും ഇല്ലേ? മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാളെ വിളിച്ചു വരുത്തിയിട്ടാണോ ഒരു പാവപ്പെട്ട അമ്മൂമ്മയ്ക്ക് BJP-യുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പണം കൊടുക്കുക?
ഇതുപോലും മനസ്സിലാക്കാതെ നിങ്ങൾ കിട്ടിയ പാടെ അങ്ങോട്ട് വിഴുങ്ങി. കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തു. ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കൊടി പിടിച്ച, ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച, വിയർപ്പൊഴുക്കിയ സ്ത്രീകൾക്ക് പോലും ടിക്കറ്റ് കിട്ടാത്ത കേരളത്തിന്റെ മണ്ണിൽ കോൺഗ്രസിൽ എത്രയും ഉന്നതരായിട്ടുള്ള സ്ത്രീകൾ, കഴിവും പ്രാപ്തിയുള്ളവർ ഒരു ടിക്കറ്റ് കിട്ടാതെ രാഹുൽ ഗാന്ധി വന്ന് അങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. എന്താണ്? സ്ത്രീ മുഖ്യമന്ത്രിയാവണം. ആരെ മുഖ്യമന്ത്രിയാക്കുന്നത്? അഥവാ കിട്ടിക്കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിനെ സാരി ഉടുപ്പിക്കാനാ? അതോ ഇവിടെ നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് പട്ടുസാരി വാങ്ങി കൊടുക്കാനാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ? നാണമുണ്ടോ ഇവർക്കൊക്കെ? അല്ല, നാണമുണ്ടോ ഇവർക്കൊക്കെ? ഇവരെന്നാ ബിന്ദു കൃഷ്ണയെ ജയിപ്പിക്കുന്ന ഒരു സീറ്റ് കൊടുത്തിട്ടുള്ളത്? എന്നിട്ട് ജയിച്ചോ? ജയിപ്പിച്ചോ? അല്ല, ജയിപ്പിച്ചോ? എന്തുകൊണ്ട്?